നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട ആയിരക്കണക്കിന് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് തടഞ്ഞു വെച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തെ മറികടക്കുവാനുള്ള തന്ത്രപരമായ ഒരു തീരുമാനമാണിത്. തന്ത്രപരമായ തീരുമാനമെന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് ഒരു മറുചോദ്യം കൂടിയുണ്ട്. ഈ NEP എന്താണ് കുഴപ്പം? ഒന്നൊന്ന് പറഞ്ഞേ. NEP എന്താ കുഴപ്പമെന്ന് പറഞ്ഞേ. ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി. സാമ്പത്തികമായി ഞെരുങ്ങുന്ന കേരളം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാവുന്ന പണമൊക്കെ വാങ്ങിയെടുക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യം. അപ്പോൾ ഞാൻ പറയുന്നത്, നമുക്ക് നയം പറഞ്ഞിട്ട് ഈ കിട്ടേണ്ട 1500 കോടിയും അതുപോലെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടണമെന്നാണ് പറയുന്നത്. ഒരു നയത്തിൽ മാത്രം നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റുമോ? കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറണ്ടേ? അപ്പോഴും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറല്ല എന്ന നിലപാടാണ് സർക്കാരിന്. NCERT വെട്ടിമാറ്റിയ ഗാന്ധിവധവും മുഗളുടെ ചരിത്രവും അടക്കമുള്ള പാഠഭാഗങ്ങൾ അഡീഷണൽ പാഠപുസ്തകങ്ങളാക്കി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയും അതിൽ പരീക്ഷ നടത്തുകയും ചെയ്ത സംസ്ഥാനം കേരളം മാത്രമാണ്. ഇതേ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തന്നെയായിരിക്കും കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും തുടർന്നും പഠിപ്പിക്കാൻ പോകുന്നത്. അതിന് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട 1158 കോടി 13 ലക്ഷം രൂപയാണ് കേരളത്തിന് നഷ്ടം. PM ശ്രീ പദ്ധതിയിൽ അംഗമായതോടെ 1476 കോടി 13 ലക്ഷം രൂപ കേരളത്തിന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.